ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ എത്തുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 2026 ജനുവരിയോടെ ലാൻഡ് റിവ്യൂണുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ഹാളിൽ നടന്ന ജില്ലാതല പട്ടായമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യനെ മണ്ണു കൊടുക്കുക എന്ന കർത്തവ്യത്തിൽ ഒരു രാഷ്ട്രീയവുമില്ല. അതാണ് ആത്മാഭിമാനത്തോടെ നാം കാണുന്ന ഈ വേദി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോ നമ്മുടെ എല്ലാ മേഖലകളെയും ഈ സംവിധാനങ്ങളായി മാറിയപ്പോൾ ഇപ്പോൾ മാർച്ചിൽ അവതരിപ്പിക്കപ്പെട്ട 100 വില്ലേജുകളിൽ ഏറ്റവും കൂടുതൽ വില്ലേജുകൾ കിട്ടിയ ജില്ല മലപ്പുറം ജില്ലയാണ്. കളക്ടർക്ക് അറിയുമായിരിക്കും. 13 പുതിയ സ്മാർട്ട് വില്ലേജുകൾ ഈ മലപ്പുറം ജില്ലയിലാണ് ഈ മാസം അവതരിപ്പിക്കപ്പെട്ട ലിസ്റ്റിലൂടെ കേരളത്തിലെ ഗവൺമെന്റ് കരുതി. നമുക്ക് ഒരുമിച്ച് എല്ലാ മനുഷ്യരെയും ഭൂമികളുടെ ഉടമകളാക്കുന്ന മഹാപ്രക്രിയയിൽ പങ്കാളിയാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഭൂമിയുടെ ഉടമകളായവരോട് ഏറ്റവും സൗകര്യപൂർണമായി നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ളൊരു സമ്പാദ്യമായി ഇതിനെ സൂക്ഷ്മതയോടെ കരുതണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും സ്നേഹപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. 2021 മുതൽ 24 വരെയുള്ള കാലയളവിൽ 36,662 കുടുംബങ്ങൾ മലപ്പുറം ജില്ലയിൽ ഭൂമി ഉടമസ്ഥരായി. എല്ലാ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കുക എന്ന മഹാപ്രക്രിയയാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും സത്രം ഭൂമി എന്നറിയപ്പെടുന്ന പയ്യനാട് വില്ലേജിലെ 36.49 ഏക്കർ ഭൂമിയുടെ പട്ടയം നൽകുന്നതിലൂടെ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെതിരെ ജനാധിപത്യപരമായ മറുപടിയാണ് കേരളം നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കു പുറത്തുള്ള 10 രാജ്യങ്ങളിൽ ജീവിക്കുന്ന മലയാളികൾക്ക് നികുതി അടക്കാനും തരം മാറ്റാനും പോക്കുവരവ് നടത്തുന്നതിനുമുൾപ്പെടെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും നാട്ടിൽ വരാതെയും ബന്ധുക്കളെ ഏൽപ്പിക്കാതെയും നടത്താവുന്ന വിധത്തിൽ സംവിധാനങ്ങൾ മാറുകയാണെന്നും മന്ത്രി അറിയിച്ചു. 6,514 പട്ടയങ്ങളാണ് പട്ടയമേളയുടെ ഭാഗമായി ജില്ലയിൽ കൈമാറുന്നത്. ഇതിൽ 5,303 LT പട്ടയങ്ങളും 91 LA പട്ടയങ്ങളും 1,120 ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടുന്നു. പി ഉബൈദുള്ള MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ KPA മജീദ്, TV ഇബ്രാഹിം, ആബിദ് ഹുസൈൻ തങ്ങൾ, UA ലത്തീഫ്, ജില്ലാ കളക്ടർ VR വിനോദ്, ADM NM മെഹ്റലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ ചാനൽ മലപ്പുറം. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 07 1111.